കളിയാക്കലും പരിഹാസവുമാണ്. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഖുർആനിലെ അവസാനത്തെ ആയത്ത് നിനക്കൊക്കെ അറിയുമോ പെണ്ണേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത് ഏതെന്നറിയോ? എങ്കിൽ നീ ഒന്ന് പഠിക്കണേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എടാ ജീവിതം ആസ്വദിക്കാനാണെന്ന് പറഞ്ഞ് ആസ്വദിച്ച് നടക്കുന്നവരോട് ഇത് പറയുന്നവനെ പരിഹസിക്കുകയാ, കളിയാക്കുകയാ. ഇന്ന് പല പെൺകുട്ടികൾക്കും വല്ലാത്ത ധൈര്യമാണ്. പടച്ചവനെ ചാനലുകാരുടെ മുമ്പില്, പരസ്യമായ യൂട്യൂബുകാരന്മാരുടെ മുമ്പില് അല്ലാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും പുച്ഛിച്ചു പറയുന്ന യുവത്വമേ, വീട്ടിൽ ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് നീ വായിച്ചു നോക്കണം. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതിന്റെ അർത്ഥം പറ്റുമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണേ. ഇതല്ല പറഞ്ഞതാ, ഇതല്ല പറഞ്ഞതാ, ഇത് അല്ല പറഞ്ഞതാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ നീയൊക്കെ? നീയൊക്കെ എവിടെ വരെ പോകും പെണ്ണ്? ഓന്തോടിയാ എവിടെ വരെ ഓടുമെന്നൊരു പഴഞ്ചൊല്ലില്ല. നീയൊക്കെ എവിടെ വരെ പോകാനാ? കാബുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എവിടെ ഓടും മോളെ? നിന്നെ പോലെ വിറപ്പിച്ച് നടന്നവളുമാരൊക്കെ എവിടെ പോയി? പറയടാ ചെറുപ്പക്കാരാ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നടാ? നാട് വിറപ്പിച്ച കൊലകൊമ്പന്മാര് അസ്റായിൽ വന്നപ്പോ എവിടെ പോയി? കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ നിന്നോട് പറയും, വിളിക്കാറ്, ചാനലുകാരെ വിളി, യൂട്യൂബുകാരെ വിളി, നിന്റെ കൂടെ നടന്നവരെ വിളി, ജയ് വിളിച്ചവരെ വിളി. രാവും പകരം നിന്റെ കൂടെ ഒരുപാട് പേരും നടന്നല്ലോ, ഞങ്ങൾ കൊണ്ടുപോകാമെന്നതാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിച്ചോ എന്ന് പറയുന്ന ഒരു രംഗം വരുമടോ. അല്ല പറയുന്നു, നീ എവിടെ പോയാൽ എന്റെ മുമ്പിൽ തന്നെ വരുമുമ്മ. അല്ല പറയുകയാണ്, എവിടെ പോയാലും നീ അവസാനം എന്റെ മുമ്പിൽ നിന്നെ ഞാൻ കൊണ്ടുവരും. അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ മോനെ. നിന്നെ അല്ലാഹു പടച്ചിരിക്കുന്നത് സുഖിക്കാനല്ല, ആസ്വദിക്കാനല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. അല്ലാഹു പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. നീ എന്റെ അടിമയാ മോളെ. എടാ ചെറുപ്പക്കാരാ, നീ എന്റെ അടിമയാടാ. ഞാൻ നിന്റെ റബ്ബാണ്. ഞാനാ നിനക്ക് ഭക്ഷണം തരുന്നത്, ഞാനാണ് നിനക്ക് ആരോഗ്യം തരുന്നത്, ഞാനാ നിനക്ക് സമ്പത്ത് തരുന്നത്, നിനക്ക് സർവ്വതും തരുന്നത് ഞാനാടാ. ഈ ലോകത്തിന്റെ അധിപൻ ഞാനാ. ഞാൻ പറയുന്നത് പോലെ വേണം നീ ജീവിക്കാറ്, ഞാൻ പറയുന്നത് പോലെ വേണം നീ അനുസരിക്കാറ്. അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ നിനക്ക് പറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാ അല്ല നമ്മളെ പടച്ചിരിക്കുന്നത്. ഓരോ ദിവസം 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാ,
അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം വിളിക്കുമല്ലോ. ആ വിളിക്കുത്തരം നൽകണം സഹോദരാ, പെങ്ങളെ, ആ വിളിക്കുത്തരം നൽകണം പൊന്നുമോള്. അല്ലാഹുവല്ലേ വിളിക്കുന്നത്. വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഇന്ന് കളിയാക്കലാടോ, ഇന്ന് കളിയാക്കലാടോ. ഇന്ന് ചെറുപ്പക്കാരോട് പറയുന്ന മോനെ ബാങ്ക് വിളിക്കുന്നടാ. അവൻ പറയുന്ന മറുപടി, മുഅദ്ദിനിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാണ്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? മോനെ, നിസ്കാരം തുടങ്ങിയടാ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നടാ. ഇമാമിന്റെ ജോലി ചെയ്യുന്നു, ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത്? കളിയാക്കലാട് പരിഹാസമാണ്, കളിയാക്കലാട് പരിഹാസമാണ്. വേണ്ടടാ ചെറുപ്പക്കാരാ, മോനെ, ഒരു ദിവസം 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പോലും എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ. നമുക്കതിന്റെ മഹത്വം അറിയുന്നില്ലടോ. നമുക്ക് മടിയാടോ, നമുക്ക് മടിയാടോ. എന്തേ സഹോദരാ നമ്മൾ ഇങ്ങനെ ആയി പോയത്? 50 വഖത്ത് നമസ്കാരമായിരുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യുമായിരുന്നു? 5 വഖത്ത് പോലും നിസ്കരിക്കാൻ ഇന്ന് പോകാൻ മടിയാട്. ഈ വാഴ കേൾക്കാനും ആയിരക്കണക്കിന് പേരിരിക്കുന്നല്ലോ. ഇന്ന് 5 നേരം ജമാഅത്തായി നിസ്കരിച്ച എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ? പറപെങ്ങള്, ഇന്ന് 5 നേരം നിസ്കരിച്ച എത്ര സഹോദരിമാരുണ്ട്? നമ്മൾ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. എന്നാ നിനക്കറിയാഞ്ഞിട്ടാ, നിനക്കറിയാഞ്ഞിട്ടാ. നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു വഖത്ത് പോലും മുടക്കില്ലടാ ചെറുപ്പക്കാരാ. നിന്റെ മക്കളെ നീ നമസ്കരിപ്പിക്കുമായിരുന്നു, നിന്റെ മക്കളെ നീ നിർബന്ധിക്കുമായിരുന്നു. നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം നിനക്കറിഞ്ഞിരുന്നെങ്കിൽ ഒരേ ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒരേ ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഈമാൻ ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിലിറങ്ങട്ടെ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമുക്കൊരു മടിയാടോ? എന്നാ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇവിടെ ഒരാൾ 5 നേരം നിസ്കരിച്ചാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് മടുത്ത 11, ഞാൻ 11:30 നിർത്തും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു, എന്നെയും നോക്കുന്നു. അല്ലാഹു ആ മനുഷ്യന്റെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നല്ലോ. എടോ താത്താമാരെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിർത്താം. നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവിലെ മുതൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുക. എന്തിന്? കഴിക്കാൻ. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആരുടെ മുമ്പിലും കൈ നീട്ടരുത്. ഇതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? അതിനെന്തിനാ കഷ്ടപ്പെടുന്നത്? എന്തിനാ? അതിന് നീ എന്തിനാ ഉറക്കമൊഴിയുന്നത്? എന്തിനാ? നീ ഉറങ്ങുന്ന പോലില്ലല്ലോ. ഇടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നിനക്ക് ഭക്ഷണം മതിയോ? ഞാൻ തരാം. മരിക്കുന്ന കാലം വരെ തിന്നാൻ തരാം. ഇതിനാ നീ പഠിക്കണേ? അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം മതിയോ? നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു കാലത്തും അംബാനിയുടെ വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ കുടിലിനകത്ത് മരിക്കുന്ന കാലം വരെ പട്ടിണി വരില്ല. ഞാൻ നിങ്ങളോട് പറയാ, ഈ നാട്ടിൽ ഈ ലോകത്ത് ആരുടെ വീട്ടിൽ പട്ടിണി വന്നാലും ഒരു ദിവസം പോലും തിന്നാനില്ലെന്ന് പറഞ്ഞ് നിന്റെ മക്കൾ കരയൂല. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്കോ. ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുവപ്പാ. ഞാൻ ഇരിക്കട്ടെ. നിങ്ങളൊന്ന് മുന്നോട്ട് കയറിയിരിക്കുക. ഇവിടെ കസേര ഉണ്ട്, നമുക്ക് ദുആ ചെയ്യാം. ഒന്ന് കയറിയിരിക്കും.
ഓടേണ്ടവർ ഓടിക്കോ, ഇപ്പോഴേ ഓടാൻ പറ്റത്തുള്ളൂ. ഓടേണ്ടവർ ഓടിക്കോണം. അസറായിൽ വരുമ്പോ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഓടിക്കോ. ദുആ ചെയ്യുന്ന സമയത്ത് നല്ലവര് മതി. പോകേണ്ടവരൊക്കെ പൊക്കോളി. നിങ്ങൾ മുന്നോട്ട് കയറി. എനിക്ക് കൊറോണ ഒന്നും ഇല്ലട്ടാ. ചൈനയിൽ നിന്ന് പുതിയ ഐറ്റം എന്തോ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കാത്തിരിക്കുമാറാകട്ടെ. ഇരിക്കുന്ന അത്താമാരെ, സ്വർണ്ണമൊക്കെ നിങ്ങൾ ഇട്ടുവന്ന് എനിക്ക് വേണ്ട. അൽഹംദുലില്ലാഹ്. ഇവിടെ വാ. ഇല്ല, ഇതിലെ കൂടെ പ്രാണിയാണെന്ന് അള്ളാഹു ആയാലും പടച്ചോനെ. പോയതൊക്കെ പോട്ടെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് കിട്ടും. 2-3 പ്രാണി അകത്തു പോയി. അള്ളാഹുവേ, അതിന് അള്ളാഹു റിസ്ക് എഴുതിയ തിന്നണമെന്നല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴൊക്കെ തന്നെ കാണണം. ഇങ്ങോട്ട് നോക്കിക്കേ. എടോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? അല്ലാഹ് പറയുന്നു, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് എങ്ങനെ പറ്റിക്കോ? അല്ലാഹ് പറഞ്ഞു പറ്റിക്കോ? നിങ്ങൾ എന്റെ കൂടെ പറ്റിക്കോ? പറ്റിക്കില്ല. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തരാൻ പെങ്ങളെ. നീ ഇല്ലാത്ത കഥ അതുകൊണ്ട് അതാണ് അമ്പിളിയമ്പാവനെ കാണിച്ചിട്ട് ഇപ്പൊ പിടിച്ചു തരാന്ന് കള്ളത്തരം പറയും. നീ കണ്ട ശൈത്താന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലോ. നീ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇത് സത്യമാ, ഖുർആനാ. നീ വീട്ടിൽ പോയിട്ട് സൂറത്തു ത്വാഹ അവസാനത്തെ പേജ് എടുക്ക്. 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. നീ അതിന്റെ തഫ്സീർ വായിച്ചു നോക്ക്. ഇത് അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്നു, 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും? ഉറക്കപ്പറ, ആര് തരും? എന്ത് ചെയ്യണം? തലകുത്തി മറിയണോ? രാത്രി ജോലിക്ക് പോണോ? നിന്റെ വാപ്പ ഒന്ന് ആലോചിക്കേ. നിന്റെ വാപ്പ, ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? സത്യം പറ, ഉണ്ടോ? സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? നീ ഉറങ്ങാറുണ്ടോ സമയത്ത്? നിന്റെ സ്വന്തം മക്കളുമായിട്ട് നീ സ്നേഹിക്കാൻ സമയമുണ്ടോ? കെട്ടിയ പെണ്ണും പിള്ളയും കൊണ്ടൊന്ന് കറങ്ങാൻ പോകാൻ സമയമുണ്ടോ? ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. ബിസി. എന്നാ നിനക്ക് വല്ലതും തികയുന്നുണ്ടോ? അതും ഇല്ല. എടാ, നീ ഉണ്ടാക്കുന്നു, നിനക്ക് തിന്നാൻ പോലും ഭാഗ്യമില്ല. എന്നാ നിന്റെ വാപ്പയോ? ആ ചങ്ങാതി രാവിലെ പോകും, ജോലി കഴിഞ്ഞ് 350 രൂപയും വാങ്ങും. എന്നാ ജീവിതമായിരുന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. വാപ്പ ലോൺ എടുത്തായിരുന്നു മോളെ കെട്ടിക്കാൻ? ആണോ? നമ്മുടെ വാപ്പ ലോൺ എടുത്തിട്ടാണോ വീട് കെട്ടിയേ? വെറുതെത്തമാരെ, നിന്റെ വാപ്പ പലിശക്ക് എടുത്തിട്ടാണോ കെട്ടിയേ? നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടപ്പോ വാപ്പ പിരിവെടുത്തിട്ടായിരുന്നോ? ഇല്ല. വീട്ടിലൊരു മരം ഉണ്ടായിരുന്നില്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, അല്ലാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. നീ 5 നേരം നിസ്കരിച്ചാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടോ, ഇന്ന് ഇപ്പൊ ഇത്ര പേര് ഇവിടെ വഴുത് കേൾക്കാൻ വന്നില്ലേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ താത്തമാരെ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? ഉസ്താദന്മാര്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്താ എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആളെന്ന് കൈവക്കാൻ പറഞ്ഞ വെറുതെ എന്തിനാ ശശിയാവുന്നേ? എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്നാത്തവരുണ്ടോ? നല്ല കഷ്ടം മീനൊക്കെ പടച്ചവനെ, അതൊക്കെ കിട്ടിയ ഉസ്താദ് അല്ലേ? ഇവിടെ ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം. നിങ്ങൾ ആരെങ്കിലും കഞ്ഞിയും പേരും കൊടുക്കുവോ?
പറ കൊടുക്കാറുണ്ടോ? ഉസ്താദ് പറയുന്ന അത് മതിയെന്ന. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉസ്താദന്മാരെ ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അതും അവർക്ക് തന്നെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന്. കിളയ്ക്കാൻ പോകുന്നവനുണ്ടോ 900,000 രൂപ. ഉസ്താദിന്റെ ശമ്പളം കൂട്ടി നോക്കണം. അല്ലാഹു, നിങ്ങൾ എന്താ കറങ്ങി നിൽക്കണം? ആ മനുഷ്യ നിങ്ങൾ വരി. ഇവിടുത്തെ ആ പേരെന്തായാലും മഹല്ല് സെക്രട്ടറി. വാ, നല്ല സമയമാ. സെക്രട്ടറിയുടെ കാര്യം, പള്ളി കമ്മിറ്റി. വാ, അല്ലാഹു ആഫിയത്തുള്ളത് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇവിടുത്തെ ഹത്തീബിനെ അറിയത്തില്ല, നിങ്ങളെ അറിയത്തില്ല. നിങ്ങളിപ്പോ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എടോ, ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഉസ്താദന്മാർക്ക്. എന്നിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? അവരുണ്ട. ഞാൻ പത്തനാപുരത്ത് കിടക്കുന്നവനാ. എനിക്ക് നോക്കിയേ, ഇന്ന് അടിപൊളി ഭക്ഷണമല്ലേ. ഇനി നാളെ എവിടാ എനിക്കറിയത്തില്ല. നാളെ നേരം വെളുക്കുമ്പോ എനിക്ക് തിന്നാൻ കിട്ടും. നാളെ ഉച്ചയ്ക്ക് എനിക്ക് തിന്നാൻ കിട്ടും. നാളെ രാത്രി ഞാൻ 5 പൈസ കൊടുത്ത് കടയിൽ കയറി വാങ്ങിച്ചു കഴിക്കാറില്ല. എനിക്ക് ചിലപ്പോൾ ഹോട്ടലിൽ പോയാൽ ചിലപ്പം പറയും നിങ്ങൾ തരണ്ടെന്ന് പറയും പൈസ. എടാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം. എൻ്റെ പെണ്ണുമ്പിള്ളെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് സങ്കടവും ഇല്ല. അവര് നിസ്കരിക്കുന്നുണ്ട്, ഞാനും നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ റിസ്ക് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്. എന്തെന്നറിയോ? ഉസ്താദെ, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്, ഉസ്താദന്മാരും നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് അവർക്ക് മാത്രം നല്ല ഫുഡ്, ഞങ്ങൾക്ക് എന്തേ കുറഞ്ഞു പോയത്? എന്നൊരു ചോദ്യ എന്റെ ഉമ്മമാരുടെ മനസ്സിൽ കിടക്കുന്നൊരു ചോദ്യ. ഉസ്താദ്, നിങ്ങൾ പറയുന്നത് നിസ്കരിക്കണ എല്ലാവർക്കും ഫുഡ് കിട്ടും, എന്നിട്ട് ഉസ്താദന്മാർക്ക് മാത്രം പ്രത്യേകത എന്താ? അതിനൊരു സംശയം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉസ്താദ് 5 നേരം ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് നിസ്കരിക്കും. നിങ്ങളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വ്യത്യാസം മനസ്സിലായ? ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ജമാഅത്തായിട്ട് എല്ലാവർക്കും ഇമാമത്തായി നിന്ന് ആര് നിസ്കരിക്കും? ഉസ്താദ് നിസ്കരിക്കും. നമ്മളോ ജോലിയും തിരക്കെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. നീ എപ്പോഴാ ളുഹർ നിസ്കരിക്കുന്നത്? ളുഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ നീ മീൻ വെട്ടുവാ, പിന്നെ ഉപ്പേരി, ചോറ്, വീടൊക്കെ തൂക്കണം, അടുക്കളയൊക്കെ റെഡിയാക്കണം. എല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് 2:45 പോക്കുണ്ട് ഹജ്ജിന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതേത് മദ്ഹബാ? അതേത് മദ്ഹബാ? പിന്നെന്തിനാ ഈ 12 മദ്യം വിളിക്കണേ? പെങ്ങളെ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹ് നിശ്ചയിച്ച സമയത്താ നിസ്കരിക്കണ്ടേ, അല്ലാതെ നിനക്ക് തോന്നുമ്പോ ചെയ്യാനുള്ളതല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആ നരകം നിനക്കുള്ളതാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട, പിരിവെടുക്കണ്ട. നിനക്കുള്ള റിസ്ക് നിന്റെ റബ്ബ് തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി എന്താ വേണ്ടേ? തിന്നാൻ ഭക്ഷണം കിട്ടി. എൻ്റെ പൊന്നു സിറാജ, ഇനി മരിക്കുമ്പോ മുസ്ലിം ആയിട്ട് മരിക്കണം. ഇതല്ലേ ആഗ്രഹം? അല്ലാഹ് പറഞ്ഞു, അതും ഞാൻ തരാം. അല്ലാഹ് രണ്ടാമത് പറഞ്ഞെന്താ? നീ നിസ്കരിച്ചാ നിനക്ക് നല്ല മരണം തരാം. അല്ലാഹു പറയുന്നു, വൽ ആഖിബത്തു ലിത്തഖ്വാ. നിനക്ക് നല്ല മരണം ഞാൻ തരാം, നിസ്കരിച്ചാ മതി. പ്രതിഫലം നല്ല മരണമാണ്. ചെറുപ്പക്കാരാ, നല്ല മരണമാണ് മോനെ. അതുകൊണ്ട് പറയുകയാ, നിസ്കരിക്കണം. ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം നിസ്കരിക്കാൻ. ഭാര്യ ഭർത്താവിനെ നിസ്കരിക്കാൻ വേണ്ടി നിർബന്ധിക്കണം. നിസ്കരിക്കാത്ത മക്കളെ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കണം. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അലംഭാവം കാണിക്കരുത്. പക്ഷേ എന്ത് ചെയ്യാനാ? ഇന്ന് ഭർത്താവിന് ഭാര്യയോട് നിസ്കരിക്കാൻ പറയാൻ പറ്റൂല, ഭാര്യക്ക് ഭർത്താവിനോട് നിസ്കരിക്കാൻ പറയാൻ പറ്റൂല, മാതാപിതാക്കൾക്കും മക്കളോടും പറയാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവിന് ഭാര്യയോട് നീ നിസ്കരിക്കെന്ന് പറയാൻ അർഹതയില്ല. ഭാര്യക്ക് ഭർത്താവിനോട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എടാ, ഇന്ന് നിസ്കരിക്കാത്ത 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണമെന്നോ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉമ്മായും ഉണ്ടോ? എന്ന് അനുചയിക്ക്. കയ്യൊന്നും പൊക്കത്തില്ല, ധൈര്യമായിട്ട് പറയാം. നിസ്കരിക്കാത്തതിന്റെ പേര് എങ്ങനെയാ ഇനി ഏതെങ്കിലും വാപ്പ അടിക്കാൻ പോയാലോ? പണ്ടൊരാള് ഹജ്ജിന് പോയി, എന്നിട്ട് ജംറയിൽ പോയിട്ട് ശൈത്താനെ കല്ലെറിയുമ്പോ ശൈത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്.
നീ എന്നെ ചെയ്യുന്നോടാ. ഇതേപോലെ വാപ്പ എങ്ങാനും നിസ്കരിക്കാൻ പോടാന്ന് പറഞ്ഞ് മക്കളെ തല്ലാൻ പോയ അവൻ വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കുക. എന്റെ പൊന്നു വാപ്പ, നിങ്ങളൊന്ന് ആദ്യം പള്ളിയിൽ പോ, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ. ഉമ്മ നിങ്ങളൊന്ന് നേരെയാകുമ്മ, എന്നിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ. ഭർത്താവ് ഭാര്യ അത് പറയാതിരിക്കല. എടോ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃകയുള്ളവരാകണ്ടേ? നമ്മളല്ലേ മാതൃക? നമ്മളെ നാട്ടുകാരല്ല നിന്നെ കുറിച്ച് മതക് പറയേണ്ടത്. നീ നാട്ടുകാർ മുഴുവനും മഹാന മഹാന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ പറയണം. സഹോദര, നിന്റെ ഭാര്യ പറയണം. പെണ്ണെ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളായിരുന്നെന്ന്. നിന്റെ മക്കള് പറയണം നീ നല്ലവളായിരുന്നെന്ന്. എങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവിടെയാ പറയേണ്ട. നാട്ടുകാര് പറഞ്ഞ മഹാനാകൂല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു നല്ല മരണത്തിന്റെ ഒരു അടയാളം, ഒരു നല്ല മരണത്തിന് ഞാനൊരു സാമ്പിൾ പറഞ്ഞു തരാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ച ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എന്റെ മരണം അടുത്തിരിക്കുകയാണ്, എനിക്ക് നീ പൊരുത്തം തരണം. അങ്ങനെ പരസ്പരം ഭാര്യയും ഭർത്താവും വിട പറയുന്ന സമയത്ത് യാത്ര പറയുകയാണ്, പൊരുത്തം ചോദിക്കുകയാണ്. ഭർത്താവ് ഭാര്യയോട് പ്രത്യേകമായിട്ടുള്ള ഉപദേശം കൊടുക്കുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാ. പടച്ചവനെ, അങ്ങനെ സംസാരം നീണ്ടുപോയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിലും റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടയ്ക്ക്. റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ ഞാൻ പുറത്തു പോകുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്. എന്തിനാ എന്നെ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, ഇന്നി അറാ ഖലഖു ലൈസു ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ, എന്റെ കൂട്ടുകാർ വരുന്നു, എന്റെ അതിഥികൾ വരുന്നു. നീ വെളിയിലിറങ്ങ്. ജിന്നുകളല്ല, മനുഷ്യന്മാരല്ല, അല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു. ഫാത്തിമ, ഇറങ്ങു ഫാത്തിമ, വെളിയിലിറങ്ങു ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യയോട് യാചിക്കുകയാണ്, വെളിയിലിറങ്ങു മോളെ. അവസാനം ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ റൂമിന്റെ വെളിയിലിറങ്ങിയടോ. വാതിലടയ്ക്കുകയാ. സമാധാനമില്ല. ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂമിനകത്ത് കിടക്കുകയാണ്. വാതിലടച്ചിട്ട് വെളിയിൽ നിൽക്കുകയാ. വല്ലാത്ത സങ്കടമാണ്. ഫാത്തിമ കരയുകയാ. പടച്ചവനെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്. ആരാ അല്ലാഹ്? എന്റെ ഇക്കാനെ കാണാൻ വരുന്ന കൂട്ടുകാരാരാ? ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ് റബ്ബേ? ഫാത്തിമ ഒളിഞ്ഞു നോക്കി. പെങ്ങള് അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കേൾക്കുന്നത് എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. കാരണം തന്റെ ഭർത്താവ് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ.
ജിബ്രീല് വാസിറായില് റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ ക്ഷണിക്കുകയാ. മർഹബാ മർഹബാ, സ്വീകരിക്കുന്നടോ, സ്വാഗതം പറയുന്നടോ. പേടിയില്ല ഉപ്പമാരെ, പേടിയില്ല ഉമ്മമാരെ, നിലവിളിയില്ല പെങ്ങളെ. കാത്തിരുന്നതുപോലെ അസ്റായിലിനെ എവിടെന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. അസ്റായിലെ റൂഹ് പിടിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യുകയാ അല്ലാ? എന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് പടച്ചവരെ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണല്ലാ? രണ്ടാമത് ഒളിഞ്ഞു നോക്കുമ്പോ ഖുർആൻ ഓതുന്നു പെങ്ങളെ, ഖുർആൻ ഓതുന്നു ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ടല്ല, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാണ്. അത് സാധാരണ ആയത്തല്ല ഓതുന്നത്, അത് സാധാരണ ഒരായത്തല്ല ഓതുന്നത്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വാതിലിന്റെ പടിതിലൂടെ ഒളിഞ്ഞു നോക്കുന്നവളോട് അവിടുന്ന് പറയുന്നു, ഫാത്തിമ ഫാത്തിമ, അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതാർക്കാണെന്നറിയോ? വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഭർത്താവ് പറയുകയാ, ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയോ? വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് വിളിച്ചു പറയുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടടോ, അനക്കമില്ല ഉമ്മ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല, പിന്നെ അനക്കമില്ല. ഭാര്യ ഓടുകയാണ്. വാതിൽ തുറന്ന് തന്റെ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ? വാതിൽ തുറക്കുമ്പോഴേ സുഗന്ധമാ ഉപ്പാ. എന്തൊരു പരിമളമെന്നറിയോ? എന്തൊരു സുഗന്ധമെന്നറിയോ? നിനക്കോർമ്മയുണ്ടോ? നിന്റെ ഉപ്പ മരിച്ചെന്നറിയുമ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ടല്ലേ നീ ഓടിയത്? നിന്റെ ഉമ്മ മരിച്ചെന്നറിഞ്ഞപ്പോ കുഞ്ഞുങ്ങള് കരഞ്ഞുകൊണ്ട് പോകുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞു ഓടി വീടിന്റെ റൂമിന്റെ അകത്തേക്ക് ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ? എന്തൊരു സുഗന്ധമെന്നറിയോ? മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് നിന്ന് ആ തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമാ! ഇതെന്റെ വാപ്പയാണോ അല്ലാ? എന്തൊരു ചിരിയാ അല്ലാ! ജീവിച്ചിരുന്ന കാലത്തില്ലാത്ത ഗ്ലാമറായിരുന്നു നിന്റെ ഉമ്മയ്ക്ക്. മരിച്ചു കിടക്കുന്ന സമയത്ത് എന്തൊരു പ്രകാശമായിരുന്നു പെങ്ങളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ ചോദിക്കുകയാണ്, എന്തേ റബ്ബേ, എന്തൊരു സൗന്ദര്യമാ റബ്ബേ, എന്തൊരു പ്രകാശമാണ് റബ്ബേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചത് നാട് മുഴുവനും അറിയുകയാണ്. എല്ലാവരും ഓടി വന്നു. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടുന്ന് കഫം പൊതിഞ്ഞു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി ഇറക്കി വെച്ചു. ഖബറടക്കി കഴിഞ്ഞപ്പോ ആരും പോകുന്നില്ല ഉമ്മ. വന്നവരാരും പോകുന്നില്ല. എല്ലാവരും കൂടി
നിൽക്കുകയാണ്. എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ, ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാണല്ലോ. മയ്യത്ത് നിസ്കരിക്കാം എന്നവര് മുഴുവനും ചർച്ചയായി, ഒരു നാട് മുഴുവനും ചർച്ചയായി. എല്ലാവരും ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണെന്നറിയണമല്ലോ, എന്തുകൊണ്ടാണെന്നറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകുകയാണ്, ജനങ്ങൾ മുഴുവനും പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ജനങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വിഷമത്തിലാണെന്നറിയാ. ഏ ഫാത്തിമ, നിന്നെ സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, ഇരിക്കുന്ന നിന്നെ പ്രയാസപ്പെടുത്താമെന്നതല്ല. ഈ നാട് മുഴുവനും വന്നിരിക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ, മുഖത്ത് പ്രകാശമായിരുന്നല്ലോ, ചുണ്ടില് പുഞ്ചിരിയായിരുന്നല്ലോ, നിന്റെ ഭർത്താവിന് സുഗന്ധമായിരുന്നു ഫാത്തിമ. കണ്ടവരും കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമാണെന്ന്. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ? ഞങ്ങളും മരിക്കേണ്ടവരാണ് ഫാത്തിമ, ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാറ് ആ മനുഷ്യൻ ചെയ്ത നന്മ എന്തേ ഫാത്തിമ? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാറ് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരു മനുഷ്യനെ അല്ലാഹുടെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ പേടിയായിരുന്നു, എന്റെ ഭർത്താവിന് അല്ലാഹനെ പേടിയായിരുന്നു. അല്ല എന്ന് പറഞ്ഞാ കരയുമായിരുന്നു. ഒരു